ഓനെ ഇതേതാ വലിപ്പം നോക്കി മാഷേടാ. നമ്മളെ ബേക്കിൽ നിന്നെ ചിലപ്പോ ചവിട്ടുവേ. പക്ഷെ കാല് ഞാൻ ആനയുടെ കാല പിടിക്കുന്നേ, ചിലപ്പോ ചവിട്ടു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ആനയുടെ കാല് പിടിക്കുന്നു മാഷേടാ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ ഒരു അത്ഭുത കാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ ഇതേപോലത്തെ കാഴ്ചകളാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളത്. നിരവധി കാഴ്ചകളാണ് നമുക്ക് ഇതിൽ കാണാനുള്ളത്. അപ്പൊ ഏകദേശം കുറച്ച് ദിവസമായി നമ്മൾ ഈ കൂത്തുപറമ്പ് പിന്നെ റോഡിന് ഇവിടെ വന്നിട്ട്, അപ്പൊ ഇതിപ്പോ മാർച്ച് 12 വരെ നീട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോവാം. അതിന് പുറമെ വെച്ചാൽ നമ്മള് നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതോടൊപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തണം ഗൈസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഈ വീഡിയോ. ഇപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാൻ ഇനി അപ്പോൾ ഒരുപാട് കാണാനായിട്ട് തോന്നുന്നു. അതാണ് ഇങ്ങനെ ഒരു മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് ടച്ച്. വാവ്. 5 വയസ്സായി. 5 years. 5 വയസ്സുള്ള അല്ല ജൂനിയർ പിഗ് 4-8 കൊല്ലം വരെ ജീവിക്കുന്നല്ലേ ജൂനിയർ പിഗ്. ഹായ്. പന്നി, കുട്ടിപ്പന്നി. പനിയുണ്ട് ഇങ്ങനെ പറക്കുന്നത്. ഇത് പനിയുണ്ട്. 8 വയസ്സ് ജീവിക്കാൻ വന്നു. ഇത് പനിയുണ്ട് ഇങ്ങനെ പറക്കുന്നത്. പനിയുണ്ട് ഉണ്ടോ? ഹായ് ഹായ്. ഹോയ് ഹോയ്. ഇതല്ല സുഖം തന്നെ. ഹോയ്. അമ്പത് 15 to 20 വയസ്സാണ്. അത് ജീവിക്കും. ജീവിക്കൂല്ലേ? ഹലോ. ഹായ് പൂച്ചക്കുട്ടി. ചക്കര ചക്കര സംഭവം. ദേശക്കാരാ. ഹായ് ഹായ്. അല്ലേ പഠിക്കേ. വെള്ള ക്രീം ഇതല്ലേ. ബുബു ആൽബിനോ ഇഗ്വാന. ഫാൻസി മൗസ്. 15 വർഷം വരെ ജീവിക്കും അല്ലേ? 12 to 15 വർഷം വരെ ഈ ജീവിക്കും കേട്ടോ. ഇതിലെ മനുഷ്യരെ പെട്ടെന്ന് മെരുകു ഈ സാധനം. നമ്മളെ കൈമിലെല്ലാം വെച്ചില്ലേ ഒന്നും ചെയ്യില്ല. അയാളെല്ലാം ഉറക്കത്താറ്റ ഉള്ള പോന്ന്. ഒരാളുണ്ട് ഗൈസ് അതിൻ്റെ അകത്ത്. പക്ഷെങ്കിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല കേട്ടാ. ഇയാളെ പരിചയപ്പെടുത്തുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല ഇത്. പക്ഷെ ഇതെല്ലാം കാഞ്ഞു പോയതാണോ സംശയമുണ്ട്. ഷുഗർ ഗിൽഡർ ഗൈസ്. ഷുഗർ ഗിൽഡർ ആളും കാണാതെ. കല്ലുണ്ടി നല്ലോട് ഫ്രൂട്ട്സാ കഴിക്കും കേട്ടാ മാഷടാ. ആപ്പിളെല്ലാം കൊടുത്തിട്ട്. പക്ഷെ ആപ്പിള് കഴിച്ചിട്ടില്ല കേട്ടാ. ഉറക്കില്ല കേട്ടാ അല്ലേ മാഷടാ? എല്ലാരും നല്ല റെസ്റ്റിലാവുന്ന്. 5 to 10 വർഷം ലൈഫുള്ളും കേട്ടാ. ഇയാളെല്ലാം നല്ല ഉറക്കാ ഗൈസ്. സിൽവർ അരോവന എന്ന സാധനല്ലേ. അടിപൊളി ആവശ്യം. കാര്യമുണ്ട് ആവശ്യ. ചെറുക്ക കണ്ടിട്ട് ഇട്ടുപറ്റോ എന്താ ഭംഗി കാണാന്. ഇത് നമ്മളെ സ്വന്തം പ്രാച്ചിക്കുട്ടിയില്ലേ കളർഫുള്ള്. അതിന്റെ കളറ് ഡിസ്കസ് ഫിഷ്. നമ്മളെ ഇതിന്റെ എന്താ പറയാ മീനൊക്കെ ഉണക്കുമുള്ളേ. കളർ മനസ്സിൽ കളറ് അടിപൊളി അല്ലേ.
എന്നാ ഗൈസ് പിയാപ്പിള പോന്നല്ലോ. പിയാപ്പിള ചേട്ടൻ വലിയാപ്പിള. താടി മുള്ളൻ അനിയൻ. ഇത് നോക്കിയാ ഇത് ചെറുകല്ലേ പ്രാച്ചി അല്ല, പ്രാച്ചിയുടെ പേര് മുള്ള 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 കളർ മുള്ള. ഇതാണ് നമ്മളെ നാട്ടിലെ മുള്ള, കളർ മുള്ള. നല്ല കളർ, എല്ലാ കളറിലും ഉണ്ട് കേട്ടോ. യെല്ലോ കളർ ഉണ്ട്, അതേപോലെ റെഡ് യെല്ലോ ആവുള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മളെ ഇത് നമ്മളെ ഈ തോട്ടിലെല്ലാം കാണുന്ന മീൻ, മറ്റേ എന്ന് വെച്ചാൽ കളർ മത്സ്യം എന്നാ പറയാ നമ്മള്, ഗ്രേ ഫിഷ്. ചെറിയ കുട്ടിയുണ്ട് ഗൈസ്, ഒരു വലുതും ഉണ്ട്. സംവിധാനം സെറ്റ് ആക്കിട്ടോ ഇവിടെ. നമുക്ക് നമ്മളെ കടലിലൊക്കെ കാണുന്ന പോലെ തന്നെ മരെല്ലാം വെച്ചിട്ടുണ്ട്, അല്ല കല്ലെല്ലാം വെച്ച് ഫുള്ള് സെറ്റ് ആക്കിന് ഗൈസ്. ഇതാണ് നമ്മളെ നാട്ടിലെ കരിമീൻ. ഇത് കരിമീൻ തന്നെയാവുന്നല്ലോ മാഷടാ. ഇത് കരിമീൻ തന്നെയാ അല്ലേ? ഇത് കരിമീൻ തന്നെയാപ്പാ. ഇവര് കരിമീനെല്ലാം പിടിച്ചിട്ട് ഇവിടെ വിട്ടിട്ടുണ്ട്. 100 രൂപക്ക് നമുക്ക് നിരവധി കാഴ്ചകൾ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും കളർ മത്സ്യത്തെ ഇതെല്ലാ കളറും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ട പോലെ തന്നെ കുറെ കളർ ഉണ്ട്, പച്ച, മഞ്ഞ, LED ബൾബ് എത്തിയ പോലത്തെ അവസ്ഥയാണ് അല്ലേ വെച്ചടാ. നോക്കിയാ ഇത്രയാ കളറ്. ഇവിടുന്ന് ആരുമില്ലേ ഉറുദു? ഓ, ഇവര് രണ്ടു റെസ്റ്റാ. ഒരുപാട് കാഴ്ചകൾ കാണേണ്ടത് ഗൈസ്, എല്ലാവരും വരിക. കാരണം മാസങ്ങളായിട്ട് ഇവിടെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും വരിക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും ഇവിടെ വരിക. കൂത്തുപറമ്പിൽ ഇത് ആദ്യമായിട്ടേക്ക് സംഭവം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നു. അപ്പോൾ കാണാനുണ്ട് അല്ലേ, 100 കൂടുതൽ കാണാനുണ്ട്. നല്ല വെറൈറ്റി മത്സ്യങ്ങൾ അങ്ങനെ ഒരുപാട് കാണാനുണ്ട്. പക്ഷികളുണ്ട്, നല്ല പൂച്ച ഇട്ടില്ലേ, നല്ല പൂച്ച, അതൊരു പൂച്ച ഇല്ലാണ്ട് നല്ല പൂച്ചയായിരുന്നു. നല്ല ഹിമാലയം കയറ്റം. അതിൻ്റെ നല്ല പൈസ ആണല്ലേ. 10,000. ഇങ്ങനത്തെ മീനൊക്കെ എന്താ എന്നാ ഭംഗി കാണാൻ, അടിപൊളിയല്ലേ. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. റെഡ് ഓസ്കാർ കളങ്ങൂർ സിൽവർ ബ്ലാക്ക്. ഇത് കണ്ടിട്ട് നഷ്ടല്ലേ, ഇതല്ലേ ഇതിന് എത്രയാ? 10 to 12 വർഷം ജീവിക്കും കേട്ടോ. ഇതെന്നാ രസം മാഷടാ. അതിന്റെ ഇത് നോക്കിയാ മാഷടാ, ചെറുത് കളറല്ലേ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യം ഇതാ മാഷടാ. ഇവിടെ കണ്ടോ കളറിലൊക്കെ തീർത്തിട്ട് കണ്ടോ ഗൈസ്, ബൾബൊക്കെ സെറ്റ് ആക്കിയിട്ട് നോക്കിയാ ഫുള്ള് കൊടയാണ് കേട്ടോ. ഇതൊക്കെ ഓരോ കളർ കൊട വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ബൾബ് കൊടുത്തതാണ്. ഫുള്ളും കളർഫുൾ ആക്കിന് ഗൈസ്. ഇനിയാണ് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ വരാനിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ഓ, കളർഫുള്ള്. പിന്നെ കളറിട്ട പോലെ നല്ല തിരക്കാണ് കേട്ടോ. നോക്കിയാ ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാട്ടോ ഇതിന്റെ ഉള്ളില്. നോക്കിയാ ഗ്ലാസ്സിൽ തൊടാൻ പാടില്ല കേട്ടോ. നോക്കിയല്ലേ, അടിപൊളിയാണല്ലേ, സൂപ്പർ അല്ലേ. ഇത് കണ്ടില്ല നഷ്ടമാണ്, കണ്ടിട്ടില്ലെങ്കിൽ ഗ്ലാസ് ഇടാൻ പാടില്ലുണ്ട്. ഓ, തലക്ക് മുകളിലൂടെ മത്സ്യം പോകുന്നു. കാണാൻ വന്നില്ലായിരുന്നില്ലേ. നമുക്ക് മീനൊക്കെ നോക്കടാ, മീന്
നക്ഷത്ര മീനാ അറിയപ്പെടാതെ ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഇതാ നക്ഷത്ര മത്സ്യം, കളർ മത്സ്യം, ഇവിടുന്ന് അങ്ങോളം മത്സ്യം തന്നെയാണ് കേട്ടോ. തലങ്ങും വലങ്ങും മത്സ്യം ഓടിക്കളിക്കല കൈസ്. കടലിനുള്ളിൽ പോയൊരവസ്ഥ കേട്ടോ കൈസ്. ഇവിടെ വന്ന് തന്നെ ഇതിന്റെ അനുഭവം അറിയണം കേട്ടോ. വലിയ ആ സാധനം എന്താ മോനെ, ഇത് സാവിന്റെ ചെറുതായിട്ടാ വന്ന്. ആണോ ചേട്ടോ? വിമാനാ? കോയല ഓ ആന്നാ പോകുന്ന സാധനം. എന്റെ എയർപ്ലെയിൻ പോകുന്നവരുണ്ടല്ലോ. ആണോ ചേട്ടമ്പോ? ആമയാ? എന്തൊക്കെ ഇതെല്ലാം മനുഷ്യ കടലിന്റെ ഉള്ളിലുള്ള മത്സ്യങ്ങളല്ലേ അല്ലേ? ഇതെല്ലാം നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാലല്ലേ ഇതെങ്ങനെയല്ലേ കാണാൻ പറ്റൂല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആകെ നാട്ടിൽ നിന്ന് കാണുന്ന അയില, മത്തി, അല്ല പുയ്യാപ്പള അല്ലെ, ആ കാണുന്ന മത്സ്യങ്ങൾ അതൊക്കെയാണ്. അണ്ട് എത്രയാ ഗൈസ് മത്സ്യങ്ങളുള്ള ഏറുംകളിയാ ഇവിടെ. നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത് കേട്ടോ. ഇപ്പൊ എങ്ങനെ എടുക്കുക? ആണോ ചേട്ടാ? അവിടെ കുടുങ്ങിപ്പോയതാ? അവിടെ കുടുങ്ങിയൊരവസ്ഥയിലുള്ള 3-4 ആൾക്കാരുണ്ട് കേട്ടോ. ഇതെന്നാ ഇതെന്നാ ചേട്ടാ? ഇതാ എന്റെ മോനെ, ഇന്നത്ര ചിറക് നോക്കിയാ, ഇത്രയാ ചിറകില്ലേ എന്റെ മോനെ. അതേതാ മനുഷ്യരുടെ സംഭവം? മനുഷ്യടാ അത് അങ്ങനത്തെ സ്ഥലത്തെ നിക്കും കേട്ടാ. ഇത് അതിന് കാണാൻ ബന്ധുവാന്ന് മനുഷ്യടാ. ഒരു പാമ്പിന്റെ ഒരു കട്ടില്ലേ, നമ്മളിപ്പോ ഈ അണലിയില്ലേ മനുഷ്യടാ, അണലീനെ പോലില്ലേ കാണുമ്പോ? ഇതേതാ കളറ്? എന്റെ മോൻ ഇതെന്നാ അതിന് മേലെ വരച്ച പോലില്ലേ മനുഷ്യടാ? നോക്കിയാ കളറ് നീല ലൈന് വരച്ച പോലില്ലേ? ഒരു ടോപ്പിന് ഡിസൈൻ പോലെ ഉണ്ട്. ഇതിലോട്ടൊരു വിമാനം പോകുന്നുണ്ട്, അതിനെ കിട്ടുന്നില്ല. നമ്മളെ ഇയാൾ ഇവിടെ വന്നു. കടലിന്റെ ഉള്ളിലൂട്ട അല്ലേ യാത്രയാണ് കഴിച്ച് നമ്മളെ. ഓ എന്റെ മോനെ, കിലോപ്പത്ത് മതി. ഇതെന്നാ സംഭവം? ഇത് ഒരേ മത്സ്യാട്ടോ ഇത് അല്ലേ? കണ്ട ഇതെല്ലാം ഒരുമിച്ച കൂട്ടം കൂടി ഒന്നിനി. മറ്റേതെല്ലാം ബാക്കിയുള്ളതെല്ലാം വെച്ചാൽ സെപ്പറേറ്റ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ എല്ലാവരെയും ഒരേ ലെവലിലാ ഗൈസ്. എവിടെ നോക്കണ്ട, ഇവിടെ നോക്കണ്ടേ? മോനെ എവിടെ നോക്കിയാലല്ലേ കളർഫുൾ ആണല്ലോ. കരിമീന് 1 കിലോ എടുത്താലോ? എന്തോ ഒരു മത്സരത്തിന് എന്ന അവസ്ഥയിലുള്ള എല്ലാരും കണ്ടാ ഒരേ ലെവലിലാ നിന്നിട്ടുള്ളേ. അതിന്റെ മുകളിൽ നോക്കിയാ ഓരോ ഗ്യാങ്ങാണ് കേട്ടോ. ഇതാ ഇവര് വേറൊരു ഗ്യാങ്, അതുപോലെ തന്നെ ഇവര് വേറൊരു ഗ്യാങ്, അങ്ങനെ നിന്നിട്ടുള്ള ഇടാ. എല്ലാം അടിയായിരിക്കും ഇടാ. എന്റെ മോൻ ഇതെന്നാ മോശടാമ്പോ? ഇതെങ്ങനെ ഇപ്പം വീഡിയോ പിടിക്കുവാ? മോനെ ഇതേതാ വലിപ്പം നോക്കിയ മാഷടാ? ഇതിന്റെ എടുത്ത് ഇട്ടാളെ സമ്മതിക്കണം മാഷടാ.
മുഷു മുഷു നമ്മളെ ഭാഷയിൽ മുഷു എന്നാ പറയാ, ഇവരെ ഭാഷയിൽ എന്താന്ന് അറിയില്ല ഗൈസ്. പക്ഷെ അതിന്റെ അടിയിൽ എന്താണോ ചേട്ടാ പൊരിച്ചടിക്കണം കേട്ടാ. എന്തായാലും 4-4 പീസ് കിട്ടും കേട്ടാ. 5 പീസ് വയ്യ മച്ചടാ. വെലിങ്ങനെയാണെങ്കിലും 4 പീസ് കിട്ടും കേട്ടാ. ഒരു കല്യാണത്തിന് വിളമ്പേണ്ട മീനുണ്ട്. എന്റെ മോനെ ഇതിന്റെ വലിപ്പം നോക്കിയ മനുഷ്യടാ. ഇതിന്റെ ഫുഡ് എന്തായിരിക്കല്ലേ പക്ഷെ എന്നാ ശരി ഇത് ഇവര് കഴിക്കാതെ ചെറിയ മത്സ്യത്തിനാ അല്ലേ? ഹായ് ഗൈസ്, ഇത്ര കറുത്ത മത്സ്യമുണ്ടോ? എന്നാ പെയിന്റ് അടിച്ച് വെച്ച പോലെ ഉണ്ടല്ലോ അല്ലേ മനുഷ്യടാ? കൂത്തുപറമ്പിൽ വാ, കൂത്തുപറമ്പിൽ വാ, ഓഷാനസിൽ വാ. മോനെ ഫുൾ എന്നാ ബ്ലാക്ക് അല്ലേ മനുഷ്യടാ? ഫുൾ ബ്ലാക്ക് അല്ലേ? അതാ വലിയ ആള് താഴെ വന്നിട്ടുണ്ട് കേട്ടാ. എന്റെ മോനെ ഏതാ വലിപ്പോ? ഒരു വിമാനം ലാൻഡ് ചെയ്ത പോലെ ഉണ്ട് ചേട്ടാ, നോക്കിയോ? ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോ കണ്ണിന് കുളിർമയാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇനി നമുക്ക് ആനകളെ കാണാം. എന്നാ ചേട്ടാ മോനെ, ഓ നമ്മള് പയ്യാവൂര് ഊട്ടുത്സവത്തിന് പോയപ്പോ ഇവിടെ ആന കണ്ടിട്ടില്ലേ? ഒറിജിനൽ ആന കണ്ടിട്ടില്ലേ? ഇത് തൊടാൻ പറ്റിയില്ല, പക്ഷെ ഇപ്പൊ തൊടാൻ പറ്റി. ഒന്ന് കമ്പിൽ കയ്യിൽ വെച്ചിരിക്കാൻ നിൽക്കാൻ പറ്റി. ഇത് ഒറിജിനാലിറ്റി കൊണ്ടുവന്നിട്ട് ഒറിജിനൽ ശരിക്കും ഒറിജിനൽ തന്നെയാണ് കാണുമ്പോൾ. പക്ഷെ അവിടെ പോയി പേടിയായിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് പോയി നിൽക്കാം, കാരണം ഇത് കുത്തുകയില്ല, തുമ്പിക്കടുക്ക എടുക്കുകയില്ല. എന്നാൽ ഓക്കെയാണ്, ധൈര്യത്തോടെ നമുക്ക് നിൽക്കാം. ആർച്ചേ ഇത് പേടിയുണ്ടോ? അന്നെ പേടി തന്നെ. അന്ന് സെൽഫി എടുക്കുമ്പോൾ ഓർമ്മയുണ്ടോ? കുറച്ച് ദൂരോട്ട് മാറിയെന്ന് ഞാൻ നീയും. ഇതിങ്ങനെ പേടിക്കണ്ട കേട്ടോ, ധൈര്യത്തിൽ സെൽഫി എടുക്കാം, കാരണം ഇതൊന്നും ചെയ്യില്ല. 1, 2, 3, 4 ആനയുണ്ട് അല്ലേ? 4 ആനയുണ്ട്. ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. എന്തായാലും ആശ നെറ്റിപ്പട്ട, ഇതാണ് ആന നെറ്റിപ്പട്ടം. കാരണം ഉത്സവത്തിന് എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന നെറ്റിപ്പട്ടം. അതിൻ്റെ ഒരു ആകർഷണം നടന്നു. ആനക്കൊമ്പ് ചില ആകർഷം ഉണ്ടായിരുന്നു, നടന്നു കഴിഞ്ഞു. നമ്മള് പയ്യാവൂര് ഊട്ടുത്സവത്തിന് പോയ ഒരു ആനേനെ കണ്ടിട്ടേ ഉള്ളൂ, തൊടാനൊന്നും പറ്റിയിട്ടില്ല പേടിച്ചിട്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആനയെ നമുക്ക് തൊടാനെല്ലാം പറ്റി ഗൈസ്. 3-4 ആൾക്കാരുണ്ട് കേട്ടാ. 1, 2, 3, 4 ആൾക്കാരുണ്ട്. നെറ്റിപ്പട്ടം ഇട്ടിട്ട് ഫുള്ള് സുന്ദരനായിട്ടുള്ള കേട്ടോ. ഇത് എന്താ ഒറിജിനാലിറ്റി, ശരിക്കും ഒരു ആനേന്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ആരാ ഇങ്ങനെ ഉണ്ടാക്കിയത് ദൈവമേ? അറിയാനും ആന പുറത്ത് കയറണമെന്നുണ്ടേനു. നിരവധി കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഗൈസ്. അപ്പോ എല്ലാവരും വരിക. നമ്മളെ കൂത്തുപറമ്പ് തലശ്ശേരി റോഡിനാണ്. 100 രൂപ ടിക്കറ്റിനുള്ളൂ. ആ ടിക്കറ്റിനുള്ള കാഴ്ചകൾ അപ്പുറം ഇവിടെ നമുക്ക് കാണാനുണ്ട് ഗൈസ്. അപ്പോ വരിക. ഇതാ ഇവിടെ ആനകളുണ്ട് കേട്ടോ. 1, 2, 3, 4. ഇവിടെ 4 ആനയും ഇവിടെ 2 ആളും ഉണ്ട് കേട്ടോ. 2, 1, 3 ആന. തൃശ്ശൂർ പൂരത്തിന് ആനേനെ നിർത്തിച്ച അവസ്ഥയിലാണ് ഉള്ളത് ഗൈസ്. കൊമ്പ് നോക്കിയാ ഒരു ഏകദേശം എന്റെ അമ്മ ഇതിന്റെ ഒറിജിനാലിറ്റി ഒക്കെ ഒറിജിനൽ നമ്മൾ ആന തന്നെ കേട്ടാ. ഒറിജിനൽ ആനന്റെ ആ ഒരു പിന്നെ രൂപമാണ് ഉണ്ടാക്കിയത് ഇവിടെ. നോക്കിയാ എന്റെ മോനെ, ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയത് മാഷടാ. ഇതിന്റെ ഒറിജിനാലിറ്റി നോക്കറ മാഷടാ. എന്റെ മോനെ നോക്കിയാ, നെറ്റിപ്പട്ടയെല്ലാം ഇട്ടിട്ട് കറക്റ്റ് ഷേപ്പിംഗ് ആ നെറ്റിപ്പട്ടൽ നോക്കിയാ അല്ലേ? ഓ വിസ്മയം തീർത്ത ഒരു കാഴ്ച തന്നെയാണ് ഗൈസ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ആനേന്റെ തുമ്പിക്കൈ കണ്ട ഗൈസ്? ഒറിജിനൽ തന്നെ കാണുന്നില്ലേ? ആ കുഴി നോക്കിയ മാഷേട്ടാ, ആ കുഴി നോക്കിയ 2 കുഴി ആയൊരു ഇത് എല്ലാം എന്റെ മോൻ ഇതാ ഇങ്ങനെ ഉണ്ടാക്കിനു മാഷേട്ടാ. അയാളൊന്നും എനക്ക് കാണണേനു അല്ലേ?
എന്റെ മോനെ കറക്റ്റ് അല്ലല്ലേ, കറക്റ്റ് ഷേപ്പ് കേട്ടാ. ഇത് ഫുള്ള് ആനന്റെ ഫുൾ ഭാഗം ഉണ്ട് കേട്ടോ. ഇത് ആനന്റെ വാല് ഞാൻ പിടിച്ചു കേട്ടോ, ആനന്റെ വാല് പിടിച്ചു കഴിച്ചു. രോമം ഉണ്ട് കേട്ടോ ആനക്ക്, ആനന്റെ വാലിന് രോമം. ചവിട്ടുമോനെ നമ്മളെ ബേക്കിൽ നിന്നെ ചിലപ്പോ ചവിട്ടുവേ, പക്ഷെ കാല് ഞാൻ ആനന്റെ കാല പിടിക്കുന്നേ, ചിലപ്പോ ചവിട്ടു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ആനന്റെ കാല് പിടിക്കുന്നു വെച്ചോ, ചിലപ്പോ ചവിട്ടും വെച്ചോ. മുറുക്കി പിടിച്ചോ, കാല് പൊന്തിക്കണ്ട. പാപ്പാനടിയില്ലല്ലോ, പാപ്പാനില്ലാതല്ലേ പ്രശ്നം. നമ്മളെ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആനേന നിർത്തിക്കൂലേ, അതേപോലെയാണ് എടുത്ത് ഇവിടെ നിർത്തിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ മത്സ്യകന്യക. അപ്പൊ മത്സ്യകന്യക കണ്ടിട്ടില്ല എന്ന് ആരും പറയാറ്. നമ്മളെ കൂത്തുറമ്പ് വന്നു കഴിഞ്ഞാല് നമുക്ക് മത്സ്യകന്യകയും കാണാം, കന്യകനെ എല്ലാം കാണാൻ പറ്റും. പിന്നെ ആനേനെ കാണാൻ പറ്റും, നിരവധി മത്സ്യത്തെ കാണാൻ പറ്റും, നിരവധി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഗായ്സ്. അപ്പൊ എന്താ പറയാ, വരിക. നമുക്ക് 100 രൂപ ടിക്കറ്റ് ഉണ്ടെങ്കിലും ഒരുപാട് നിരവധി കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ ആദ്യമോ മനുഷ്യരൊക്കെ ഉണ്ടോ, ഇത് മഹേഷാട്ടെ, നടുക്കത്തെ മഹേഷാട്ടെ, അപ്പുറത്തെ ഞാൻ ആദ്യമോ മനുഷ്യരെ കണ്ടില്ല എന്ന് പറഞ്ഞത്. ഇതാ ആദ്യം നടുക്കുള്ള ആള് ഉണ്ടായ കേട്ടോ, അതിനുശേഷം ഇപ്പുറത്തുള്ള ആള്, അതിനുശേഷം അപ്പുറത്തുള്ള ആള്, അങ്ങനെയാ തോന്നുന്നു. ആദ്യം ഇയാളാണ് വാനരെ. വലിയൊരു മത്സ്യത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയാൽ സമ്മതിക്കണം അല്ലേ ഇവിടെ. പിന്നെ ഇത് നിർമ്മിച്ചാൽ സമ്മതിക്കണം. പിന്നല്ലാണ്ട് കാനായി കുഞ്ഞിരാമൻ എനിക്കറിയില്ല, മറ്റേ ശില്പുണ്ടാക്കുന്ന കാനായി കുഞ്ഞിരാമൻ എനിക്കറിയാവോ? അത് ശില്പം നടക്കുന്ന മെയിൻ ആളാണ്. അതിന്റെ ഒറിജിനാലിറ്റി ഒക്കെ ആ ചിറകും അതുപോലെ തന്നെ കണ്ണായിക്കോട്ടെ, അതുപോലെ തന്നെ പക്ഷെ ഈ മത്സ്യത്തിന്റെ മുകളിലുള്ള ചൂളിയില്ലേ, ചൂളി നോക്കിയാ എന്താ ഒറിജിനാലിറ്റി. ആ സിമെന്റിനെ കൊണ്ടാക്കിയതാണോ അല്ലേ, ഫുള്ള് സിമെന്റ് കേട്ടോ ഗൈസ്, സിമെന്റും കമ്പിയും. ആനേന്റെ പുറകിൽ നിന്നൊരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇതാ നമ്മളെ ടൈറ്റാനിക് കപ്പൽ കേട്ടോ. ഇതിന്റെ ഒറിജിനാലിറ്റി നോക്കിയാ കപ്പല് പിന്നെ മുന്നോട്ടോ പിന്നെ പുറകോട്ടൊക്കെ എടുക്കുന്ന ഇതില്ലേ ചക്രമില്ലേ, ഒരു ചക്രാണ് കഴിച്ചത്. അപ്പോ ഇത് കഴിഞ്ഞ മുകൾ ഭാഗം എന്താ ഇത് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമായി. മാർച്ച് 12-ാം തീയതി വരെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇത് ക്രോസ് ചെയ്യരുത്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. മറ്റേ പുറമേയുള്ള കാഴ്ച പോലെയല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നിരവധി കാഴ്ചകളുണ്ട് കാണാൻ. അപ്പോൾ ഈ ചേട്ടൻ ഇവിടെ ഇതിന് ഞാൻ ഇതിൻ്റെ മാനേജറാണ്. ഈ ചേട്ടൻ മാനേജറാണ്. അപ്പോൾ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ കോഴിക്കോടായിരുന്നു, ഒരു മുമ്പായിരുന്നു. ഞങ്ങളിങ്ങനെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഇങ്ങനെ ഓരോന്ന് വെച്ച് കോഴിക്കോട് എത്തി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി, കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത കാസർഗോഡ് പോവാണ്. അങ്ങനെ എന്താ പറയുക, പോകുന്നിടത്തൊക്കെ വളരെ ഒരുപാട് ആൾക്കാർ ഇത് സ്വീകരിക്കുന്നുണ്ട്. അതെ, ഇത് വേൾഡിൽ വെച്ച് തന്നെ നമ്മുടെ നമ്പർ 1 ഒന്നാമത്തെയാണ്. ഒരുപാട് നിരവധി സമ്മാനങ്ങളും അതുപോലെ ഒരുപാട് എന്താ പറയുക, ഗിന്നസ് റെക്കോർഡ് പോലെയുള്ള അറേബ്യൻ വേൾഡ് റെക്കോർഡ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ജനങ്ങൾ എന്താ പറയുക, കടലിൽ പോയി അതിൻ്റെ ഉള്ളിൽ മാസ്ക് ഒക്കെ വെച്ച് മുങ്ങി കാണുന്നത് നമുക്കിവിടെ കണ്ണാടി ഈ ഗ്ലാസ് തുരങ്കത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കാണേണ്ടത് നമുക്കിവിടെ സിമ്പിൾ ഈ നിസ്സാരം ഒരു 100 രൂപയ്ക്ക് കാണാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ എല്ലാവരും ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ടി വരും. ആയാലും ഈ ഒരു ഭാഗ്യം. അതെ, ആന ഒരു കൊല്ലത്തുള്ള വളരെ ഫേമസ് ആനയാണ്. കൊല്ലത്തുള്ള കേശവൻ എന്തോ എക്സാക്ട് നിർമ്മിച്ചതാരാണ്? ഒരു ആർട്ട് ഡയറക്ടറാണ്, അപ്പു എന്നാണ് പേര്. അത് കൊല്ലത്തുള്ള ആളാണ്.
സമ്മതിക്കണം കേട്ടോ. അല്ല ഇത് ഫൈബറാണ്. ഫൈബർ കാലങ്ങളോളം ഫൈബർ. അതുപോലെ ആ കാണുന്ന പത്മനാഭ സ്വാമിയുടെ വിഗ്രഹമാണ്. അതാ കാണുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതുപോലെ അതുപോലെയുള്ള രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ 3 വാതിലിലൂടെ ആയിരിക്കും നമുക്കിത് കാണാൻ കഴിയുക. ശ്രീ അനന്ത പത്മനാഭ സ്വാമി എന്ന് പറയും. അപ്പോൾ 108 ദിവ്യദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്. ഇത് കടലിൽ കിടക്കും പോലെ തന്നെ ഇതിൻ്റെ മധ്യഭാഗത്തൂടെ ഒരു ബ്രഹ്മാവ് ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് അത് ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പത്മനാഭസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ മഹാവിഷ്ണു രൂപം ഇങ്ങനെ കിടക്കുന്ന ഒരു ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതേ വലിപ്പം, ഇതിന് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുക. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും കാണാനുള്ള ഒരു ഭാഗ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതും ഇതേ ആർട്ട് ഡയറക്ടർ പുള്ളി തന്നെയാണ് ചെയ്തത്. പുള്ളി തന്നെ ഇതും ചെയ്തത്, ഈ മത്സ്യകന്യകയും അതുപോലെ തന്നെ എന്തെങ്കിലും സിനിമയിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതാണ് യേശു ക്രിസ്തുവും മാതാവും. മാതാവിന്റെ മടിയിൽ യേശു ക്രിസ്തു കിടക്കുന്നത് അല്ലേ? ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ആമ, മുതല, അതുപോലെ ഇതെന്നാ മനുഷ്യരാ മറ്റേ പാമ്പല്ലേ, നിരവധി പാമ്പുണ്ട് ഗൈസ്. നമ്മളെ പെർശനിക്കടവ് സ്നേക്ക് പാർക്ക് പോയ ഒരു അവസ്ഥയാട്ടോ ഇവിടെ. നോക്കിയാ പച്ചവല പാമ്പുണ്ട്, മൂർക്കനുണ്ട്, അതുപോലെ തന്നെ ഇതാ പിന്നെ നമ്മളിതാ ഇത് നമ്മളിതാ കേട്ടോ, പിന്നെ അനാകൊണ്ട കേട്ടോ. അനന്തശയനം മഹാവിഷ്ണു കടലിൽ ഉറങ്ങുന്നത്. വന്നല്ലേ, തട്ടി നമ്മള് കാര്യം പോയില്ലേ? തട്ടിയപ്പോ നമ്മള് കാര്യം പോയില്ലേ? മനുഷ്യട്ടാ, ഈ ഒരു ആനക്ക് ഒരു കൊമ്പേ ഉള്ളൂ. ഒന്നും മുറിഞ്ഞു പോയിട്ടാ. നമ്മളെ തൃശ്ശൂരുള്ള ഒരു ആനേന്റെ രൂപത്തിൽ നിർമ്മിച്ചൊരു ആനേന്റെ രൂപമാണ് കേട്ടോ ഇത്. നോക്കിയാ നെറ്റിപ്പട്ടം, അതുപോലെ തന്നെ ആനക്കൊമ്പ്. ഈ ഒരു ആനയുടെ കൊമ്പ് മുറിഞ്ഞു പോയിനി, എന്താണെന്നറിയില്ല.